ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ നാം ഓരോരുത്തരും മുദ്രിതരാകുവാൻ, യുഗാന്ത്യ സഭ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ നവീകരിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ 13-ാം ദിനത്തിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മ മാതാവ് ഉദ്ഘോഷിച്ച കീർത്തനമാണിത്. ദൈവമായ കർത്താവ് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മശക്തിയാണ്, ശക്തിയുടെ ആത്മാവിനെയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ സഭയിലേക്കും പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി സകലത്തെയും നവീകരിക്കുന്ന ആത്മീയ അനുഭവം ഉണ്ടാകണം. ആത്മാവിന്റെ ശക്തിക്ക് മാത്രമേ നമ്മെ നവീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങളിലുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികള്, തകർച്ചകള്, ഈ തലങ്ങളിലേക്കെല്ലാം ദൈവശക്തി ഇറങ്ങണം. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവേ, ശക്തിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. ആത്മശക്തി എന്ന ദാനത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. നമ്മൾ ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ പ്രത്യേകമായി ആത്മശക്തി എന്ന ദാനത്താൽ നമ്മൾ ഈ സമയം പൂരിതമാകുവാൻ നമ്മൾ ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ അല്പം ഒന്ന് തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. തിരുസഭയുടെ മേൽ എഴുന്നള്ളി വരണമേ. കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ സപ്തദാനങ്ങളുമായി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 33-ാം തിരുവചനം. പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു,
അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ ഉത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ആദിമ സഭ ആത്മാവിന്റെ കൃപാദാനങ്ങളാൽ സമ്പന്നമായ സഭയായിരുന്നു. ആദിമ സഭയേക്കാൾ എത്രയോ അധികമായി യുഗാന്ത്യ സഭയ്ക്ക് ഈ കൃപാദാനങ്ങൾ ഈ നാളുകളിൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങളാൽ ആദിമ സഭ അതിവേഗം വളരുകയാണ്. ഇന്ന് യുഗാന്ത്യ സഭ നിരവധിയാർന്ന പ്രതിസന്ധികളിലൂടെ, വിശ്വാസ പോരാട്ടങ്ങളിലൂടെ, സഭയുടെ മക്കളിലുള്ള വിശ്വാസ ത്യാഗത്തിന്റെ കൊടിയ വേദനകളിലൂടെ സഭ കടന്നു പോകുമ്പോൾ എത്രമാത്രം ആത്മാവിന്റെ കൃപാദാനങ്ങൾ യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ഈ വചനത്തിന്റെ തീയായ ആത്മാവ് നമ്മുടെ മധ്യേ ഇറങ്ങുക. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അവിടെ നമ്മളെ മുദ്ര ചെയ്യുക. ഈ വചനത്തിലൂടെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ നാം ഓരോരുത്തരും പൂരിതരാകുക. ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ ഉണർത്തപ്പെടുവാൻ, സഭ മുഴുവനും ശക്തീകരിക്കപ്പെടുവാൻ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളൊരു മനസ്സോട് ആത്മാവിനെ വിളിക്കുകയാണ്. ഒന്നിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ മധ്യേ വരണമേ, സപ്തദാനങ്ങളായി വരണമേ, ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളായി വരണമേ, ആത്മാവേ വരണമേ, ഞങ്ങളിൽ നിറയണമേ. കരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ആത്മാവേ, ഓരാത്മാവിലേക്ക് വരണമേ, ഓരോ കുടുംബത്തിലേക്കും വരണമേ, സഭ മുഴുവനിലേക്കും വരണമേ. സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവേ, യുഗാന്ത്യ സഭയെ ശക്തീകരിക്കണമേ. അവിടുത്തെ സപ്തദാനങ്ങളുമായി സഭയെ സന്ദർശിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ക്ഷീണവും തളർച്ചയും മാറ്റി ഉറക്കത്തിൻ്റെതായ എല്ലാ തളർച്ചയും മാറ്റിക്കൊണ്ട് തീഷ്ണതയോടെ എരിവോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ആത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സന്ദർശിക്കണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ചു പാടുന്നു. ആമേൻ, ആമേൻ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആഗ്രഹത്തോടെ പറഞ്ഞ ആത്മാവേ, ഓരോ കുടുംബത്തിലേക്ക് വരണമേ. അഭിഷേക കൃപകളായി വരണമേ. ഇരുട്ടിന്റെ ശക്തികൾ തകരട്ടെ, പൈശാചിക ആധിപത്യങ്ങൾ തകരട്ടെ. ആത്മാവേ, ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. വേലയെ നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. ഒന്ന് സമർപ്പിച്ച് സമർപ്പണത്തോടെ യേശുവേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അസംഖ്യമാത്മാക്കളിലേക്ക് പതിനായിരങ്ങളുടെ മേൽ ആത്മാവേ ഇറങ്ങി വരണമേ. തടസ്സമായി കെട്ടുകളയട്ടെ, അഭിഷേകത്തിന് തടസ്സമായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആത്മാവേ, ഇരുകാര്യങ്ങളെ ഒന്നിച്ചു വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പൈശാചിക കെട്ടുകൾ, സാത്താന്യ കുരുക്കുകൾ, ഓരാത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ കുരുക്കുകള്, അന്ധകാരത്തിന്റെ കെട്ടുകള്, പൈശാചിക പീഡകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ
യേശുവിന്റെ വചനത്താൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, 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 അവിടുത്തെ വിശുദ്ധ ദാനങ്ങളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ. അവിടുത്തെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. അങ്ങയുടെ സഭയെ സന്ദർശിക്കണമേ. ഹോളി സ്പിരിറ്റ്, anoint us, anoint us, anoint us. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി ആത്മാവേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി പരിശുദ്ധ ത്രിത്വത്തിനെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുത്ത് അങ്ങ് നിയന്ത്രിക്കണമേ. അമ്മയോടൊപ്പം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. ആമേൻ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയിലൂടെ ആത്മാവ് നമ്മിലേക്ക് ചൊരിയുന്ന അവിടുത്തെ കൃപാദാനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. കഴിഞ്ഞ 12 ദിനങ്ങളെയും പരിശുദ്ധാത്മാവ് നയിച്ചു. ഈ ശുശ്രൂഷയുടെ 13-ാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ ശ്രേഷ്ഠമായ മറ്റൊരു ദാനമാണ് ആത്മശക്തി, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവ്. ഈ കാലഘട്ടത്തെ നോക്കി നമ്മുടെ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ നമുക്കൊരു പ്രവചന സന്ദേശം തരികയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലന്മാരായി കത്തോലിക്ക വിശ്വാസത്തിന്റെ മുഴുവൻ സത്യങ്ങളും ധൈര്യത്തോടെ വിളിച്ചറിയിക്കുക, സുവിശേഷം ശക്തിയോടെ വിളംബരം ചെയ്യുക, എൻ്റെ നിരവധി കുഞ്ഞുങ്ങളെ തന്ത്രപൂർവ്വം വഴിതെറ്റിക്കുവാൻ വേണ്ടി സത്യത്തോടൊപ്പം പ്രച്ഛന്ന വേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന അപകട പാഷാണ്ഡതകളെ മറനീക്കി കാണിച്ചു കൊടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുക. എത്ര ശക്തമായ വാക്കുകളാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റേത്. ഈ കാലഘട്ടത്തെ നോക്കി അമ്മ പറഞ്ഞ പ്രവചന സന്ദേശമാണിത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രേക്ഷിതരായ അപ്പോസ്തലന്മാരായ നിങ്ങൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾ ധീരതയോടെ പ്രഘോഷിക്കണം. നിർഭയം കർത്താവിന് സാക്ഷ്യം നൽകേണ്ട ഒരു സമയത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ധീരതയോടെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് നിർഭയം കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആത്മശക്തി എന്ന ദാനം കൂടിയേ തീരൂ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. വളരെ കൃത്യമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ശക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. ശക്തിയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വളരെയധികം വിശ്വാസ പ്രതിസന്ധികളുള്ള ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും ആത്മശക്തി എന്ന ദാനം നമുക്ക് കൂടിയേ തീരൂ. ആത്മശക്തി എന്ന ദാനം എന്താണ്?
നമ്മൾ ഈ ദാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുവാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും നമ്മെ പ്രാപ്തരാക്കുന്ന ആത്മാവിൻ്റെ ദാനമാണ് ആത്മശക്തി. സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കാൻ, വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിനു വേണ്ടി, ദൈവവചനത്തെ ആദരിക്കുവാനും വചനത്തെ സ്നേഹിക്കുവാനുമായി വചനത്തിനു വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ആത്മശക്തി എന്ന ദാനമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ശക്തിയുടെ ആത്മാവാണ്. നമ്മൾ വചനത്തിലൂടെ കണ്ടു, ആദിമ സഭയിൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങളാൽ സമ്പന്നമായിരുന്ന ആദിമസഭ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയി. പ്രത്യേകമായി വിശ്വാസ പ്രതിസന്ധികൾ. യഹൂദ മത നേതാക്കളിൽ നിന്നും, അന്നത്തെ ജനപ്രമാണികളിൽ നിന്നും, അതുപോലെ റോമൻ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരിൽ നിന്നും, ആ സാമ്രാജ്യ ശക്തിയിൽ നിന്നും ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും ആദിമസഭ നേരിടേണ്ടി വന്നു. ഇതിനെയെല്ലാം തരണം ചെയ്ത് സഭ അതിവേഗം വളർന്നതിന്റെ പുറകിൽ ശക്തിയുടെ ആത്മാവ് ആദിമസഭയെ നയിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 18-ാം വചനത്തിലോട്ട് വരുമ്പോൾ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കരുത്, സംസാരിക്കരുത്. യഹൂദമത നേതാക്കളും ജനപ്രമാണികളും അപ്പോസ്തലന്മാരെ വിളിച്ച് താക്കീത് കൊടുക്കുകയാണ്. അവരെ ബാൻ ചെയ്യുകയാണ്, അവർക്ക് വിലക്കേർപ്പെടുത്തുകയാണ്. 21-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം എന്താ പഠിപ്പിക്കുന്നത്? അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇനി പഠിപ്പിച്ചാൽ, യേശുവിൻ്റെ നാമം പ്രഘോഷിച്ചാൽ നിങ്ങൾക്ക് മരണശിക്ഷയായിരിക്കും, നിങ്ങൾ കൊല്ലപ്പെടും. വളരെ വളരെ ഭീതിജനകമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ശക്തിയുടെ ആത്മാവിൽ നിറഞ്ഞാൽ വിശ്വാസപരമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം ശക്തിയുടെ ആത്മാവ് പ്രദാനം ചെയ്യുകയാണ്. 23-ഉം 24-ഉം വചനങ്ങളിലോട്ട് വരണം. മോചിതരായ അവർ സമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവർ അറിയിച്ചു. വിശ്വാസികൾ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് കേട്ടപ്പോൾ സമൂഹം മുഴുവൻ എന്തു ചെയ്തു? ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അവരൊന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആത്മശക്തിക്ക് വേണ്ടിയാണ്. ഈ ഭീഷണികളെയും ഭയം നിറഞ്ഞ ഈ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മശക്തി കർത്താവേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൊടുത്ത റിസൾട്ട് എന്തായിരുന്നു? 4:31 നമ്മൾ വരണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച്, ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. യേശുവിൻ്റെ നാമം അവർ ശക്തിയോടെ പ്രസംഗിച്ചു. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞ് ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ദൈവവചനം
ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ധൈര്യത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആത്മശക്തി എന്ന ദാനം അവിടെ വെളിപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഭീഷണികളെ അവർ ഭയപ്പെട്ടില്ല. അവർ ധീരതയോടെ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തെ നോക്കി മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്: ആദിമ അപ്പോസ്തലന്മാരെ പോലെ നിർഭയം പട്ടണങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച്, രക്ഷയുടെ സദ്വാർത്തയെക്കുറിച്ച് പ്രഘോഷിക്കുക. സുവിശേഷത്തെ പ്രതി ലജ്ജിക്കേണ്ട സമയമല്ല ഇത്. പുരമുകളിൽ നിന്ന് അത് പ്രഘോഷിക്കേണ്ട സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി ലജ്ജിക്കേണ്ട സമയമല്ല ഇത്. ധീരതയോടെ കർത്താവിൻ്റെ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ട ഒരു സമയമാണിത്. യുഗാന്ത്യ സഭയ്ക്ക് കർത്താവ് നൽകിയ ശക്തമായൊരു അടയാളമായിരുന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും. ഈ നാളുകളിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭയം കർത്താവിന് സാക്ഷ്യം നൽകുവാൻ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭാമക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 43:10 നമ്മൾ കാണുന്ന മനോഹരമായൊരു വചനമുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എൻ്റെ സഹോദരങ്ങളെ, ആത്മശക്തി എന്ന ദാനത്തിലൂടെ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. വളരെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കണം. ആത്മശക്തി എന്ന ദാനത്തിലൂടെ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധ അമ്മ മാതാവ് വീണ്ടും ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ ഇപ്രകാരം സന്ദേശം പറയുകയാണ്: മക്കളെ, നിങ്ങൾ എൻ്റെ അഭിഷിക്തരാണ്. നിങ്ങൾ എൻ്റെ അഭിഷിക്തരാണ്. അമ്മ എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ അഭിഷിക്തരായി നിങ്ങളെ എല്ലാവർക്കും കാണിക്കുക. ഈ അന്ത്യകാലത്തിൻ്റെ അപ്പോസ്തലന്മാരായി. എത്ര ശക്തമായ വാക്കുകളാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ വെളിപ്പെടുന്നത്. എൻ്റെ അഭിഷിക്തരായി മക്കളെ, നിങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുക. ഈ അന്ത്യകാലത്തിൻ്റെ അപ്പോസ്തലന്മാരായി നിങ്ങൾ മാറുക. ആത്മശക്തി എന്ന ദാനം നമ്മിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായത് ഒന്നാമത്തെ കാര്യം, പ്രതിസന്ധികളെ തരണം ചെയ്യാനും സഹനങ്ങളിൽ നഷ്ടധൈര്യരാകാതിരിക്കുവാനുമുള്ള ശക്തി, ആത്മശക്തി എന്ന ദാനം പ്രദാനം ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചത്? ഇന്ന് നമ്മുടെ വലിയൊരു വിഷയം എന്താണെന്നറിയോ? നമുക്ക് മനഃശക്തിയില്ല. നമ്മുടെ മനസ്സ് വളരെ വീക്കാ. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമുക്ക് ഓവർ ടെൻഷനാണ്, പിന്നെ പ്രഷർ കൂടി, സമാധാനം നഷ്ടപ്പെട്ടു, ആകെ അസ്വസ്ഥമാണ്, മനസ്സ് കലുഷിതമായി. പിന്നെ നമ്മൾ വളരെ വളരെ പ്രയാസത്തിലാണ്. മനസ്സ് ദുർബലമായൊരവസ്ഥ, മനഃശക്തിയില്ല. ചിലർ പറയാറില്ലേ, മനസ്സിന് കട്ടിയില്ല. ഈ മനസ്സിന് കട്ടിയില്ല എന്ന് പറയുന്നത് ആത്മശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ദാനം നമ്മിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ശക്തിയുടെ ആത്മാവ് നമ്മെ പ്രചോദിപ്പിക്കാത്തത് കൊണ്ടാണ് മനസ്സ് ദുർബലമായി, മനഃശക്തിയില്ലാതെ ചെറിയ ചെറിയ പ്രതിസന്ധികളുടെ മുൻപിൽ നിസാര കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തകർന്നു പോകുന്നത്. സഹോദരങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, അത് നിന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, ആത്മീയ ഭൗതികമായ മേഖലകളിൽ നമ്മുടെ നേരെ വരുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് ആത്മശക്തി എന്ന ദാനമാണ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദാനം നമ്മിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ
ശക്തിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മിൽ പരിവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭയചകിതര്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ഭയമാണ്, എപ്പോഴും അസ്വസ്ഥതയാണ്. നഷ്ടധൈര്യരായിട്ട് നമ്മൾ മാറും. നമ്മളെ നഷ്ടധൈര്യരാക്കാതെ സൂക്ഷിക്കുന്നത് ആത്മശക്തിയുടെ ദാനമാണ്. സഹോദരങ്ങളെ, നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 35, 36, 37 വചനങ്ങൾ. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ആത്മധൈര്യം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതിസന്ധികളുടെ, പ്രതിബന്ധങ്ങളുടെ, വിനാശങ്ങളുടെ, തകർച്ചകളുടെ, ദുരിതങ്ങളുടെ ശക്തമായ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിനെ ആഞ്ഞടിക്കും. ഈ കാലഘട്ടത്തിൽ അത് അടിക്കുന്നുണ്ട്. അസ്വസ്ഥപ്പെടേണ്ട. ശക്തിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? കരമടിച്ച് ആത്മാവിന് മഹത്വം കൊടുത്ത് സ്തുതിക്കുന്നു. സാത്താൻ എതിരായ ഈ അന്തിമ യുദ്ധത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവാണ് യുദ്ധം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി പരിശുദ്ധ അമ്മ മാതാവാണ് ഈ യുദ്ധം സ്വർഗത്തിന്റെ സൈന്യാധിപയായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട, യാതൊന്നിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരാകേണ്ട. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. ഓൾമൈറ്റി, എൽ ഷദായ്. അവൻ അസാധ്യമായി യാതൊന്നുമില്ല. നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. അതിന് വലിയ പ്രതിഫലമുണ്ട്. 36-ാമത്തെ വചനം ശ്രദ്ധിച്ച്, ശ്രദ്ധയോടെ വചനം വായിച്ച്. ദൈവത്തിന് ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹിക്കുവാനുള്ള ശക്തി കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി, നിത്യജീവനെ പ്രതി, തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളെ പ്രതി സഹിക്കുവാൻ, രക്തം ചിന്തി മരിക്കാൻ വരെ നമ്മെ ബലപ്പെടുത്തുന്നത് ആത്മശക്തി എന്ന ദാനമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 നമുക്ക് സുപരിചിതമായ വചനമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. സഹിക്കാനുള്ള ശക്തി, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി, വെല്ലുവിളികൾക്കെതിരെ പോരാടുവാനുള്ള ശക്തി, ഈ അന്തിമ യുദ്ധത്തിൽ പൈശാചിക പോരാട്ടങ്ങൾക്കെതിരെ നിലകൊള്ളുവാനുള്ള ശക്തി, നമ്മുടെ മേൽ ഉയർന്നു വരുന്ന പ്രതിബന്ധങ്ങളെ തകർക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് നമ്മുടെ കർത്താവാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സംശയം വേണ്ട, ആർക്കും സംശയം വേണ്ട. ഇത് ഈശോയുടെ സത്യവചനമാണ്. നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. വെറും സാക്ഷിയല്ല, രക്തസാക്ഷികൾ. അതിൻ്റെ ആ മൂല പദത്തിൻ്റെ ഒറിജിനൽ മീനിങ് അതാണ്. നിങ്ങൾ എനിക്ക് രക്തസാക്ഷികളാകും. പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 10-ാം വചനത്തിൽ. അവിടെ സ്ലീഹ എന്താ പറയുന്നത്? അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തുമാത്രം പ്രതിസന്ധികള് നഷ്ടധൈര്യനാകണമെങ്കിൽ പൗലോസിലേക്ക് എന്തുമാത്രം നഷ്ടധൈര്യം സംഭവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ചെറിയ ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും ഈ ബലൂണിലെ ഈ കാറ്റ് പോകുന്ന പോലെ നമ്മളങ്ങ് ആകെ കൊളാപ്സായി. പിന്നെ നമുക്ക് തലകറക്കമായി, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമുക്ക് പിന്നെ വയറ് കമ്പിക്കുന്നു, നമ്മൾക്ക് ടെൻഷൻ അടിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം അസ്വസ്ഥതയാണ് നമുക്ക്.
ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ പൗലോസിനെ കണ്ട്, അത് പൗലോസിന്റെ കഴിവല്ല, ആത്മശക്തി എന്ന ദാനമാണ്. സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ് പൗലോസിനെ ബലപ്പെടുത്തുകയാണ്. ആക്ഷേപങ്ങളിൽ, കഷ്ടതകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ ബലത്തോടെ നിൽക്കുവാനുള്ള പ്രാപ്തി ശക്തിയുടെ അരൂപി പൗലോസിലേക്ക് പ്രദാനം ചെയ്തു. സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, അന്ത്യകാലഘട്ടത്തിൽ യുഗാന്ത്യ സഭയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന കെണിയെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന, നമ്മുടെ ജീവിതങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെണി എന്താണ്? ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 വചനങ്ങൾ നിങ്ങൾ നിർത്തി ശ്രദ്ധാപൂർവ്വം വചനം വായിച്ച്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും. നിങ്ങളുടെ മനസ്സ് ദുർബലമാകും. എന്റെ സഹോദരങ്ങളെ, മനസ്സ് ദുർബലമാകുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു ബോണ്ടേജ് ആണിത്. നിസ്സാര കാര്യങ്ങളെ പ്രതി മനസ്സ് ദുർബലമാകുക, മക്കളെ പ്രതി മാതാപിതാക്കളുടെ മനസ്സ് ദുർബലമാകുന്നു, ഭൗതികമായ ആവശ്യങ്ങളെ പ്രതി മനസ്സ് ദുർബലമാകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ജീവിത വ്യഗ്രത മൂലം ഈ ഒരു അവസ്ഥയിലാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സന്തുഷ്ടനാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 19 വരാം. 19 പരിശുദ്ധാത്മ പറയുകയാണ്, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് പീഡനങ്ങളുണ്ട്, ഒരു സംശയം വേണ്ട. നമ്മളിങ്ങനെ വളരെ കംഫർട്ടായി ഇനിയുള്ള നാളുകളിൽ നമുക്ക് പോകുവാൻ സാധിക്കുകയില്ല. കർത്താവിനും കർത്താവിൻ്റെ വചനത്തെ പ്രതി നിലകൊള്ളുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സത്യവിശ്വാസം ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനും നമുക്ക് തീരുമാനമുണ്ടെങ്കിൽ, കൊടിയ സഹനങ്ങളും പീഡനങ്ങളും നമുക്കുണ്ടാകും. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും. എൻ്റെ നാമത്തെ പ്രതി സകല മനുഷ്യരും നിങ്ങളെ ദ്വേഷിക്കും. എങ്കിലും നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ഈ ലോകത്തെ ജയിച്ചവനായ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇത് ആത്മാവിന്റെ വചനമാണ് സഹോദരങ്ങളെ. പീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റും. ആത്മശക്തി എന്ന ദാനത്തിലൂടെ പരിശുദ്ധാത്മ നൽകുന്ന രണ്ടാമത്തെ ഒരു അനോയിന്റിങ്, അഭിഷേകമാണ്. അതെന്താണ്? സാക്ഷ്യം നൽകുവാനുള്ള ധൈര്യമാണ്. ശ്രദ്ധിക്കണം, നമ്മള് സാക്ഷ്യം നൽകുവാനുള്ള ധൈര്യമാണ്. നമ്മുടെ മസിൽ പവർ കൊണ്ടും ബ്രെയിൻ പവർ കൊണ്ടൊന്നും ഈ ധൈര്യം കിട്ടത്തില്ല. ഈ ധൈര്യം നൽകുന്നത് ആത്മശക്തി എന്ന ദാനമാണ്. ആത്മാവിന്റെ സപ്തദാനങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ആത്മശക്തി എന്ന ദാനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും ശക്തിപ്പെടുത്തുകയാണ്. സാക്ഷ്യം നൽകുവാനുള്ള ധീരത. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-13 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയുടെ മുൻപില് ഈ ക്ലീനിങ് ചെയ്യുന്ന, നമ്മൾ ഈ എന്താ പറയുക, മുറിയെല്ലാം പരിസരമെല്ലാം അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മുൻപിൽ ഭയന്ന് വിറച്ച പത്രോസ്ലീഹയാണ്. പെന്തക്കോസ്താ ദിനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ പത്രോസ്ലീഹ പൂരിതനായി. ശക്തിയുടെ ആത്മാവ് പത്രോസിനെ ബലപ്പെടുത്തി. ആത്മശക്തി എന്ന ദാനം പത്രോസ്ലീഹായിൽ ശക്തമായി ആവസിച്ചു. അതിന് റിസൾട്ട് എന്തായിരുന്നു? 4:12-13 ഉച്ചത്തിലെ വചനം വായിച്ച്, എല്ലാവരും ഒന്നിച്ച് വായിച്ച്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ധൈര്യം കാണുകയും, അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഭയന്ന് വിറച്ച്
കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയല്ല ഇവിടെ കാണുന്നത്. ശക്തിയുടെ ആത്മാവിൽ നിറയപ്പെട്ട പത്രോസ്ലീഹ, മരിക്കേണ്ടി വന്നാലും ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ ആത്മശക്തി എന്ന ദാനം സ്വന്തമാക്കിയ പത്രോസ്ലീഹ. യോഹന്നാൻ സ്ലീഹ അവിടെ ധൈര്യം കണ്ടപ്പോൾ ജനപ്രമാണികൾ അത്ഭുതപ്പെട്ടു. അവരാരെ ഭയന്നാണ് കഥകടച്ചിരുന്നത്? ആ മുറിയിലേക്ക് ആത്മശക്തി ഇറങ്ങിയപ്പോൾ, ശക്തിയുടെ ആത്മാവ് അവരെ ബലപ്പെടുത്തിയപ്പോൾ, അവരെ അഭിഷേകം ചെയ്തപ്പോൾ, അടച്ചിരിക്കുന്ന വാതിലുകൾ തള്ളി തുറന്ന് ജനക്കൂട്ടത്തിന് അരികിൽ ചെന്ന് പത്രോസിന് തന്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 36-ാം വചനത്തിൽ പരിശുദ്ധ വചനം നോക്കിക്കേ നിങ്ങൾ. എന്താണ് വചനം പറയുന്നത്? അതിനാൽ ജനമേ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. എന്ത് ധൈര്യത്തോടെയാണ്, ധീരതയോടെയാണ് പത്രോസ്ലീഹ കർത്താവിനെ ഉയർത്തുന്നത്. ജനമേ, നിങ്ങൾ എല്ലാവരും അറിയുക, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ അവന്റെ പിതാവ് ഉയർപ്പിച്ചു. ധീരതയോടെ സാക്ഷ്യം നൽകുകയാണ്, ധീരതയോടെ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് നിങ്ങൾ വന്നേ. അവിടെ പരിശുദ്ധ വചനം പറയുന്നു, 14-ാം അധ്യായം 19-20 വചനങ്ങൾ പൗലോസ്ലീഹയുടെ ജീവിതത്തിലാണ്. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയി എന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. ഏതു പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടാണോ, ഏതു പട്ടണത്തിൽ കർത്താവിനെ സാക്ഷ്യം നൽകിയിട്ടാണോ ഇത്രയും വലിയ അപകടകരമായ സാഹചര്യം പൗലോസിനുണ്ടായത്? ജനക്കൂട്ടം കല്ലെറിഞ്ഞു മരിച്ചുപോയി എന്ന് വിചാരിക്കണമെങ്കിൽ പൗലോസിന്റെ അവസ്ഥ എന്തായിരിക്കും? ശ്വാസം നിലച്ചു കാണും, ബോധം നഷ്ടപ്പെട്ടു. ജനം മുഴുവൻ വിചാരിച്ചു പൗലോസ്ലീഹ മരിച്ചുപോയി. അത്രയും അതിദാരുണമായൊരവസ്ഥ. എന്നാൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ, അതാണ് സഹോദരങ്ങളെ, അഭിഷേകമുള്ള ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ആത്മാവിനൊരു സ്പാർക്ക് ഉണ്ടാകും. അവിടെ അഭിഷേകത്തിന്റെ തീയിറങ്ങും, അവിടെ ആത്മാവിന്റെ തീ പടരും, കെട്ടുകൾ പൊട്ടും, ബന്ധനമടിയും, നുഖങ്ങൾ ഒടിയും. ആത്മശക്തി വെളിപ്പെടുമ്പോൾ ഇത് സംഭവിക്കും, ഒരു സംശയം വിചാരിക്കേണ്ട. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവ് പൗലോസ്ലീഹയുടെ മേൽ ഇറങ്ങുകയാണ്. മരിച്ചുപോയി എന്ന് കരുതിയ പൗലോസ്ലീഹ ആത്മശക്തിയോടെ ചാടി എഴുന്നേൽക്കുകയാണ്. ഏതു പട്ടണത്തിലാണ് തനിക്ക് ഇത്രയും വലിയ അപകടം സംഭവിച്ചത്, തന്നെ കല്ലെറിഞ്ഞത്, അതേ പട്ടണത്തിലേക്ക് ധൈര്യത്തോടെ ധീരതയോടെ പൗലോസ്ലീഹ കടന്നു ചെന്ന് കൂടുതൽ ശക്തിയോടെ കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. സ്തുതിക്കുന്നു. ശക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കണ്ടു. അപ്പൊ ആത്മശക്തി എന്ന ദാനം നമുക്ക് ആവശ്യമല്ലേ സഹോദരങ്ങളെ? ഈ ദാനം വേണ്ടേ? നമ്മളിങ്ങനെ ഭയന്ന് വിറച്ച് അസ്വസ്ഥപ്പെട്ട് നിസാര കാര്യങ്ങളെ പ്രതി ടെൻഷൻ അടിച്ച് ജീവിതം നരകതുല്യമായി ജീവിക്കാനാണോ ഈ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്? അല്ല സഹോദരങ്ങളെ, ആത്മശക്തിയിൽ നിറഞ്ഞ് കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ധീരതയോടെ നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ അതുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് പറയുന്നത്, ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ അമ്മ പറഞ്ഞ വളരെ ശക്തമായി മറ്റൊരു മെസ്സേജാണ്. അമ്മ എന്താ പറഞ്ഞത്? അമ്മ മാതാവ് ഇപ്രകാരം പറയുകയാണ്, 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആദ്യത്തെ സുവിശേഷ പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും ദൈവവിശ്വാസമില്ലാത്തവരായി തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടും സുവിശേഷവൽക്കരിക്കുക. ഇത് സ്വർഗത്തിന്റെ പ്രവചനമാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന പ്രവചന സന്ദേശമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഈ കാലഘട്ടത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീണ്ടും സുവിശേഷവൽക്കരിക്കുക, നിങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്യുക. തുടർന്ന് നമ്മുടെ അമ്മ പറഞ്ഞു,
തെറ്റിദ്ധാരണകൾക്കും തിന്മയ്ക്കും പാപങ്ങൾക്കും ഇരയായി തീർന്നവരെയും കാട് കയറിയ ചിന്താരീതികളുടെയും വീക്ഷണങ്ങളുടെയും മോഹക്കാറ്റിൽപ്പെട്ട് അലയുന്നവരെയും സുവിശേഷവൽക്കരിക്കുക. എത്ര ശക്തമാണ് ഈ പ്രവചന വചനം! ജീവിത സുഖത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും അശുദ്ധിയുടെയും അടിമകളായി ദൈവത്തെ പ്രായോഗികമായി നിരാകരിക്കുന്ന കൂരിരുട്ടിൽ പെട്ടുപോയ വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും സുവിശേഷവൽക്കരിക്കുക. ശക്തമായ മെസ്സേജ് നൽകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ശക്തിയുടെ ആത്മാവ് ധീരതയോടെ സാക്ഷ്യം നൽകുവാനുള്ള അഭിഷേകം, അനോയിന്റിങ് നമുക്ക് നൽകുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ അമ്മയും 7 മക്കളും. എൻ്റെ ദൈവമേ, അത് വായിച്ച് ധ്യാനിച്ചാൽ നമ്മുടെ വിശ്വാസം കത്താൻ തുടങ്ങും, ജ്വലിക്കാൻ തുടങ്ങും. ആ അമ്മയും 7 മക്കളും നമ്മൾക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് വേണം ഈ അമ്മയും 7 മക്കളുമായിട്ട് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ നടത്താനായിട്ട്. അവർ വിശ്വാസത്തിൻ്റെ തീപന്തങ്ങളായിരുന്നു. എവിടുന്നാണ് ഈ ശക്തി കിട്ടിയത്? ആത്മശക്തിയുടെ ദാനമാണ്. 2 മക്കാബയർ 7-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വചനങ്ങളാണ്. അവിടെ 28-29 വചനങ്ങളിൽ തൻ്റെ ഓരോ മകനും വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അമ്മ ഭയപ്പെടാതെ ചങ്കുറപ്പോടെ ധീരതയോടെ അവരെ കൊലപ്പെടുത്തുന്ന രാജാവിൻ്റെ ആ പട്ടാളക്കാരെ നോക്കി അമ്മ എന്താ വിളിച്ചു പറയുന്നത്? ശ്രദ്ധിച്ച് നിങ്ങൾ. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട, സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക. മരണം വരിക്കുക. സ്വന്തം അമ്മയെ പറയുന്നത് മകനോട്, മോനെ നീ മരണം വരിക്കേ, നിന്റെ സഹോദരന്മാർക്ക് യോജിച്ചവനാണെന്ന് നീ തെളിയിക്കേ. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ ധീരതയാർന്ന വിശ്വാസ സാക്ഷ്യം. ഈ ശുശ്രൂഷയിൽ അനേക അമ്മമാര് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഈ വിശ്വാസ ധീരത നിങ്ങൾക്കിന്നുണ്ടോ? ഈ ധീരതയിൽ നിങ്ങൾ വളരുവാനാണ് ആത്മാവ് ഈ ദാനം നമുക്ക് നൽകുന്നത്. അമ്മമാരും അപ്പന്മാരും വൈദികര്, സമർപ്പിതര്, സന്യസ്തര്, യുഗാന്ത്യ സഭ മുഴുവൻ ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം നൽകുന്ന ആത്മശക്തി എന്ന ദാനത്തിൽ വളരേണ്ട ഉയരേണ്ട സമയമാണ്. സമയമാസന്നമായിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. വരാനുള്ളവൻ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? രക്തം ചിന്തിപ്പോലും ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിനി അതിലോട്ട് വരാൻ പോവുകയാണ്. ആത്മശക്തി എന്ന ദാനം നമുക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത്? പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പറഞ്ഞ ശക്തമായ മറ്റൊരു പ്രവചന സന്ദേശമാണത്. അമ്മ അറിയിച്ചു, നിങ്ങളുടെ സമയം സമാഗതമായിരിക്കുന്നു. സ്വന്തം രക്തം ചിന്തി പോലും യേശു ക്രിസ്തുവിന്റെ വിശ്വസ്ത ശിഷ്യന്മാരാണെന്ന് ശക്തമായി ഇപ്പോൾ സാക്ഷ്യം നൽകേണ്ട സമയമായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രവചന സന്ദേശം നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുക്കേണ്ട സമയമാണിത്. സഹോദരങ്ങളെ, ഇത് അവഗണിക്കരുതേ, ഇത് നിസ്സാരമായി കാണരുതേ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങളുടെ സമയം സമാഗതമായി. എന്തിനുള്ള സമയം? രക്തസാക്ഷിത്വം വരിച്ചു പോലും ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള സമയം. എൻ്റെ സഹോദരങ്ങളെ, ഇത് നേരം പോക്കല്ല. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ ശക്തമായ പ്രവചന സന്ദേശമാണിത്. യുഗാന്ത്യ സഭയ്ക്ക് കർത്താവ് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്, കാലത്തിന്റെ അടയാളമുണ്ട്. എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്?
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാലം അതിന്റെ അന്ത്യത്തിലോട് അടുക്കുമ്പോൾ യുഗാന്ത്യ സഭയിൽ, യുഗാന്ത്യ നാളുകളിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈശോ പഠിപ്പിച്ചത്? 24:9 വരാം. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. നമ്മുടെ കർത്താവ് 3 കാര്യങ്ങൾ അവിടെ നമ്മോട് പറയുകയാണ്. അവർ നിങ്ങളെ പീഡിപ്പിക്കും, എൻ്റെ വചനത്തെ പ്രതി. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഇതാ ഈ കുരിശിലോട്ട് നിങ്ങൾ നോക്കിയേ. കർത്താവായ യേശുവിനെ പ്രതിയും സത്യവിശ്വാസത്തെ പ്രതിയും നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങളെ അവർ വധിക്കും. ശക്തമായി കർത്താവ് പറയുക, ഇറ്റ്സ് എ പ്രൊഫസി. ഇതൊരു പ്രവചനമാണ്. നമ്മൾ ഇന്ന് ലിറ്ററലി ആക്ഷരികമായി കണ്ടുകൊണ്ടിരിക്കുക. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിന്റെ പല ദിക്കുകളിലും നമ്മുടെ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ പലരും കർത്താവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുക. അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സകല മനുഷ്യരും നിങ്ങളെ ദ്വേഷിക്കും. ഇന്ന് ക്രൈസ്തവ വിശ്വാസം ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലം. ലോകവും ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങളെല്ലാം ഒരുപോലെ ക്രിസ്തീയ വിശ്വാസത്തെ ആക്രമിക്കുകയാണ്. ഈ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നു. സെക്യുലറിസത്തിന്റെ അതിപ്രസരം മൂലം നമ്മൾ ഗൂഗിൾ നോക്കിയാലും മറ്റെന്ത് നോക്കിയാലും, നമ്മൾ എവിടെ ഇന്ന് സെർച്ച് ചെയ്താലും സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അതെല്ലാം മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ കാലത്തിന് യോജിച്ച വിധത്തിലുള്ള ആശയങ്ങളും അതുപോലുള്ള സിദ്ധാന്തങ്ങളുമാണ് എല്ലാ നെറ്റ്വർക്കുകളിൽ നമ്മൾ കാണുന്നത്. ഇത് അവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമെന്നും വിശ്വാസത്തെ പ്രതി നമുക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നും നമ്മുടെ കർത്താവ് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2, 3, 4 വചനങ്ങളിൽ വീണ്ടും കർത്താവ് ഇത് സ്ഥിരീകരിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ വധിക്കുന്ന, കൊല്ലുന്ന ഏതൊരുവനും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു പറയുന്ന ദിനങ്ങൾ വരുന്നു. ഉഗ്രമായ വിശ്വാസത്തെ പ്രതിയുള്ള പീഡനം, ഉഗ്രപീഡനത്തിന്റെ നാളുകളാണ് പ്രിയപ്പെട്ടവരെ. സത്യവിശ്വാസം ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഇനി നമ്മൾ തിരിച്ചറിയാൻ പോവാണ്. ഒത്തിരി നൂറ്റാണ്ടുകളൊന്നും കാത്തിരിക്കേണ്ട. അധികം താമസിയാതെ തന്നെ ശക്തമായ പീഡനങ്ങൾ ഇന്ന് ലോകത്തിന് പല രാജ്യങ്ങളിലും ഉഗ്രപീഡനം, മതപീഡനം നടന്നുകൊണ്ടിരിക്കുക. അത് എല്ലായിടങ്ങളിലേക്കും വ്യാപിക്കും, മിക്കയിടങ്ങളിലേക്ക് അത് വ്യാപിക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ മരിയ ഭക്തി എന്നുള്ള പുസ്തകത്തിൽ വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൽ രൂപപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ സൈന്യം, ആത്മാവിന്റെ സപ്തദാനങ്ങളെ സമ്പന്നമായ അന്ത്യകാല പ്രേക്ഷിതർ, എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത്? ദൈവവചനമാകുന്ന ഇരുതല വാൾ അവർ തങ്ങളുടെ അധരങ്ങളിൽ ധരിക്കും. രക്തപങ്കിലമായ കുരിശ് ആലേഖനം ചെയ്തിട്ടുള്ള ജയക്കൊടി അവർ തങ്ങളുടെ തോളിലേറ്റും. വലതുകരത്തിൽ കുരിശുരൂപവും ഇടതുകരത്തിൽ ജപമാലയും ധരിച്ച് അവർ മുന്നേറും.
വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന സ്വർഗത്തിന്റെ സൈന്യ നിരയുടെ പ്രത്യേകതയാ കണ്ടത്. ആത്മാവിന്റെ സപ്തദാനങ്ങളിൽ സമ്പന്നമായ ആത്മാക്കളെ കുറിച്ചുള്ള വിവരണം 300 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ടിലൂടെ ആത്മാവ് പ്രവചിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. രക്തസാക്ഷിത്വത്തിന്റെ നാളുകളിലേക്ക് സഭ കടക്കാൻ പോവാണ്. രക്തസാക്ഷിത്വത്തിന്റെ നാളുകള് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: രക്തം ചിന്തി മരിക്കുന്നത് മാത്രമല്ല രക്തസാക്ഷിത്വം, ക്രിസ്തുവിനെ പ്രതി കണ്ണുനീർ ചിന്തുന്നതും മറ്റൊരു രക്തസാക്ഷിത്വമാണ്. എല്ലാവരെയും തലവെട്ടാനും ബോംബിട്ട് കൊല്ലുവാനും വെടിവെച്ച് കൊല്ലുവാനും ചിലപ്പോൾ മതതീവ്രവാദികളോ സത്യവിശ്വാസത്തിന്റെ വിരോധികളോ തുനിഞ്ഞു എന്ന് വരത്തില്ല. എന്നാൽ വചനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതിയും കഠിനമായ ക്ലേശങ്ങൾ, സഹനങ്ങൾ, നൊമ്പരങ്ങൾ, മാനസികമായ പീഡനങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വരും. കണ്ണുനീരിന്റെ രക്തസാക്ഷിത്വവും രക്തം ചിന്തിക്കൊണ്ടുള്ള രക്തസാക്ഷിത്വവും യുഗാന്ത്യ സഭയിൽ അത് ശക്തമായി വെളിപ്പെടാൻ പോവുക. അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയോ നൈജീരിയ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിലും എത്രയോ ഇടങ്ങളിൽ, എത്രയോ രാജ്യങ്ങളിൽ, മധ്യപൂർവേഷ്യ പ്രദേശങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ശക്തമായിട്ടുള്ള മതപീഡനങ്ങൾ. മറ്റു പല രാജ്യങ്ങളിൽ, ക്രൈസ്തവ രാജ്യങ്ങൾ അറിയപ്പെട്ടിരുന്ന പല രാജ്യങ്ങളിൽ പോലും വേറെ രീതിയിൽ സെക്കുലറിസത്തിന്റെയും റിലേറ്റീവിസത്തിന്റെയും അതുപോലെ തന്നെ ഹ്യൂമാനിസത്തിന്റെയും എല്ലാ അതിപ്രസരം മൂലം അവിടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, രക്തസാക്ഷികൾക്ക് വലിയ ബഹുമതിയാണ് കർത്താവിൻ്റെ സന്നിധിയിലുള്ളത്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച് എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. അവർ വിളിച്ചു പറയുന്ന ആ പ്രാർത്ഥനകളാണ് പിന്നീട് കേൾക്കുന്നത്. ആ 9-ാമത്തെ വചനം നിങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. ദൈവവചനത്തെ പ്രതി, വിശ്വാസ സാക്ഷ്യത്തെ പ്രതി വധിക്കപ്പെട്ടവർ, അവരാണ് രക്തസാക്ഷികള്. സ്വർഗത്തിൽ യോഹന്നാൻ ശ്ലീഹ അവരെ എവിടെയാ കണ്ടത്? സ്വർഗത്തിലെ ആ ബലിപീഠത്തിന്റെ കീഴിൽ. ദൈവമേ, എത്ര ഉന്നതമായ പദവിയാണ് കർത്താവ് തന്റെ രക്തസാക്ഷികൾക്ക് നൽകിയിരിക്കുന്നത്. രക്തസാക്ഷിത്വം അതിനേക്കാൾ വലിയൊരു വിശ്വാസത്തിന്റെ സാക്ഷ്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും ശക്തമായ പ്രകടനമാണ് രക്തസാക്ഷിത്വം എന്ന് വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ സഭയെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ ആ ബലിപീഠത്തിന്റെ ആ ഓൾട്ടറിന്റെ താഴെയാണ് ഈ രക്തസാക്ഷികളുടെ പൊസിഷൻ. അത്രയും ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്വർഗം, പരിശുദ്ധ ത്രിത്വം രക്തസാക്ഷികൾക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ എന്താണ് സഭയോട് പറഞ്ഞത്? ഏഷ്യയിലെ സഭ എന്നുള്ള ശ്ലൈഹിക ആഹ്വാനത്തിൽ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്: അവസാനം ക്രൈസ്തവ സന്ദേശത്തിന്റെ സാരാംശം ലോകത്തിന് വെളിപ്പെടുത്തുന്നത് രക്തസാക്ഷിത്വമാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ സാക്ഷി എന്നാണ്. ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തിയവർ സുവിശേഷത്തിന്റെ യഥാർത്ഥ മൂല്യത്തിന് പരമമായ സാക്ഷ്യം വഹിച്ചു. രക്തസാക്ഷിത്വം വിശ്വാസത്തെ സംബന്ധിച്ച് സത്യത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. എന്നാൽ മനുഷ്യമുഖത്തെ ഏറ്റവും ക്രൂരമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനും വിശ്വാസത്തിന് കഴിയും. ഏറ്റവും ക്രൂരമായ മതപീഡനങ്ങളുടെ മധ്യത്തിലും അതിൻ്റെ സൗന്ദര്യം കാണിക്കാനും കഴിയും. എത്ര
കൃത്യതയോടെയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ശ്ലൈഹിക സന്ദേശം സഭാ മക്കൾക്ക് തരുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യം എന്ന് പറയുന്നത് രക്തസാക്ഷിത്വമാണ്. അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം നൽകലില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനെ പ്രതിയും കർത്താവിൻ്റെ വചനത്തെ പ്രതിയുമുള്ള ജീവിതം, രക്തം ചിന്തി മരിക്കുക, വിശ്വാസത്തെ പ്രതി. എൻ്റെ സഹോദരങ്ങൾ, രക്തസാക്ഷികൾക്ക് വലിയ മാന്യത സ്വർഗം തരികയാണ്. AD 4-ാം നൂറ്റാണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിച്ച ഒരു വലിയ രക്തസാക്ഷിയായ ഒരു വലിയ രക്തസാക്ഷിയാണ് ജാനുവേരിയൂസ് എന്നാണ്. AD 4-ാം നൂറ്റാണ്ടിലാണ് സഭയിൽ ജീവിച്ച് കഠിന പീഡനത്തിനിരയായി സത്യവിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. നിങ്ങൾ ചിന്തിക്കണം, AD 4-ാം നൂറ്റാണ്ടിൽ വർഷം എത്ര കഴിഞ്ഞു? 1600-ൽ പരം വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും എല്ലാ വർഷവും ഇന്നലെയായിരുന്നു ഈ ജാനുവേരിയൂസിൻ്റെ ആ രക്തം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കട്ടയായിട്ടിരിക്കുന്ന ആ രക്തം അത് ലിക്വിഡ് ആവുകയാണ്, ദ്രാവകമായി. എല്ലാ വർഷവും ഈ ഒരു പ്രതിഭാസം പരിശുദ്ധാത്മ ചെയ്യുക, സഭയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ. കേട്ടോ, ആ രക്തം AD 4-ാം നൂറ്റാണ്ടിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, AD 4-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷിയായ ആ രക്തസാക്ഷിയുടെ രക്തം അത് ദ്രാവക രൂപത്തിലാവുകയാണ്. എത്ര ബിഷപ്സാണ് അതിൽ പങ്കെടുക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, രക്തസാക്ഷികൾക്ക് സ്വർഗം നൽകുന്ന മാന്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മശക്തി എന്ന ദാനം മറ്റെല്ലാ കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ആദിമസഭ കടന്നുപോയ വിശ്വാസ പീഡനത്തെക്കാൾ വലിയ പീഡനത്തിലൂടെയാണ് യുഗാന്ത്യ സഭ കടന്നു പോകുന്നത്. സംശയിക്കേണ്ട. ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. ആധുനിക സഭ, യുഗാന്ത്യ സഭ, ആദിമസഭ കടന്നുപോയതിനേക്കാൾ കൊടിയ പീഡനത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. രക്തസാക്ഷികളും ശക്തിയുടെ ആത്മാവും നമ്മളിത് കാണാൻ പോവാണ്. നമ്മളിത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ധീരതയോടെ എന്ത് വില കൊടുത്തും കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള പ്രതിബദ്ധത നമ്മിൽ വർദ്ധിക്കുന്ന സഹോദരങ്ങളെ. ഇത് ചുമ്മാ ഇങ്ങനെ കണ്ടുപോകാനല്ല ആത്മാവ് നമുക്കിത് നൽകുന്നത്, നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് കണ്ട് അതിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ഹൃദയനുറുക്കത്തോടെ നിലവിളിച്ച് പറയണം, ആത്മാവേ, ആത്മശക്തിയുടെ ദാനത്താൽ എന്നെ മുദ്ര ചെയ്യണമേ. ശക്തിയുടെ ആത്മാവായി വന്ന് എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിലുള്ള ഭയങ്ങള്, ഭയാശകകള്, എൻ്റെ ജീവിതത്തിലുള്ള അമിതമായ ഉത്കണ്ഠകള്, ആകുലതകള് എല്ലാം ആത്മാവ് എടുത്തു മാറ്റണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലോട്ട് വരികയാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലീഹ, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രക്തസാക്ഷികളായി, വിശുദ്ധ യോഹന്നാൻ ഒഴിച്ച്. എൻ്റെ സഹോദരങ്ങളെ, പത്രോസ്ലീഹ ഇപ്രകാരമാണ് രക്തസാക്ഷിത്വം ഭരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. റോമിലെ വത്തിക്കാൻ കുന്നിൽ തലകീഴായി കുരിശിൽ തറച്ച് കൊല്ലപ്പെടുകയാണ്. ആത്മശക്തി എന്ന ദാനം പത്രോസ്ലീഹായെ ബലപ്പെടുത്തി. നിങ്ങൾ ചിന്തിച്ച്, കുരിശിൽ തല കീഴോട്ടും കാലുമേൽപോട്ടുമാക്കി പത്രോസ്ലീഹായെ കുരിശിൽ തറയ്ക്കുകയാണ്. പത്രോസ്ലീഹായെ ഇതിന് പ്രാപ്തനാക്കിയത് ആത്മശക്തിയുടെ ദാനമാണ്. സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവാണ്. എന്റെ സഹോദരങ്ങളെ, അന്ത്രയോസ്, പത്രോസ്ലീഹായുടെ സഹോദരൻ അന്ത്രയോസ്, നിങ്ങൾ നോക്കിക്കേ, എക്സ് ആകൃതിയുള്ള കുരിശിൽ, എൻ്റെ ദൈവമേ എന്തൊരവസ്ഥയെ നിങ്ങൾ കണ്ടു നോക്ക്, കണ്ണ് തുറന്ന് കാണണം. ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഉണർന്ന്, എല്ലാവരും ഉണർന്ന്, ചിലർ ഉറക്കം തൂങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഉണർവോടെ ഇരുന്ന് നിങ്ങൾ ആ കാടിലോട്ട്, ആ സീ നോക്കിയ നിങ്ങൾ, എൻ്റെ ദൈവമേ, ഞാൻ ഈ വിഷയത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ പഠിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചങ്ക് പെടയുന്നൊരു അനുഭവമായിരുന്നു. അഖായിലെ പാത്രയിൽ എക്സാക്ട് കുരിശിൽ ബന്ധിച്ചു അന്ത്രയോസിനെ. അവിടെ കിടന്ന് ആ കുരിശുമടന്ന് വിധേയപ്പെടുന്നതിനേക്ക് മുമ്പ്
സ്ലീഹ പ്രാർത്ഥിക്കുകയാണ്, ക്രിസ്തുവിന്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ, എത്ര നാളായി ഞാൻ നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ചിന്തിച്ചു നോക്കി ദൈവമേ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെ കുരിശ് ഒഴിവാക്കാമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ കുരിശ് ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ത്രയോസ് സ്ലീഹ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച? എൻ്റെ കുരിശേ, ഞാൻ എത്ര നാളായി നിന്നെ കൊതിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതാ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യ ഗുരുവിനെ എന്നെ സമർപ്പിക്കുക. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുരിശിൽ കിടന്ന് 2 ദിവസം സുവിശേഷം പ്രസംഗിക്കുക. 2-ാം ദിവസമാണ് മരണപ്പെടുന്നത്. 2 ദിവസം ആ കുരിശിൽ കിടന്ന് പരാതിയില്ല, പരിഭവങ്ങളില്ല, അസ്വസ്ഥതകളില്ല, ആശങ്കകളില്ല, സത്യസുവിശേഷം പ്രസംഗിച്ചു. അവിടെ കൂടി നിന്നവരോടൊക്കെ പ്രസംഗിച്ചു. അന്ത്രയോസ് സ്ലീഹ ശക്തിയുടെ ആത്മാവ് ബലപ്പെടുത്തുന്നത് കണ്ടു. യുഗാന്ത്യ സഭയ്ക്ക് എന്തുമാത്രം ഈ വിശിഷ്ടദാനം ആവശ്യമാണ്. ബർത്തലോമിയ, കർത്താവിന്റെ മറ്റൊരു ശിഷ്യനായിരുന്നു ബർത്തലോമിയ. അർമേനിയിൽ വെച്ച് തൊലിയൂരപ്പെട്ട ശേഷം അദ്ദേഹത്തെ തലവെട്ടിക്കൊല്ലുകൊണ്ട് കത്തികൊണ്ട് തൊലിയുരിയെ നോക്കി. നിങ്ങൾ നമ്മൾ ഈ പോത്തിറച്ചിയും ആട്ടിറച്ചിയും ഒക്കെ ഇങ്ങനെ അറക്കുന്നത് പോലെ ആ കാലിന്റെ തുടയിലോട്ട് നോക്കി കത്തിക്കൊണ്ടത് മുറിച്ചെടുക്കുകയാണ്, തൊലി മുറിച്ചെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വേദന ഒന്ന് ചിന്തിച്ചു നോക്കി. മാനുഷികമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ അതികഠോര വേദനയിൽ അത് സഹിക്കുവാനുള്ള ആത്മശക്തി കൊടുത്തത് ഈ വിശിഷ്ടദാനമാണ് സഹോദരങ്ങളെ, ആത്മശക്തിയുടെ ആത്മാവ്. നമുക്ക് ചെറിയ യാക്കോബ്, വലിയ യാക്കോബിനെ കാണാം. യോഹന്നാൻ സ്ലീഹായുടെ സഹോദരൻ AD 44 ജെറുസലേമിൽ വെച്ച് വധിക്കപ്പെടുകയോ ഹെരോദോസിന്റെ കരങ്ങളിലൂടെ വധിക്കപ്പെട്ടു. വിശുദ്ധ മത്തായി സ്ലീഹ, ഇന്നലെ ആയിരുന്നു സഭയിൽ മത്തായി സ്ലീഹായുടെ തിരുനാള്. പക്ഷെ മത്തായി സ്ലീഹ നിങ്ങൾക്ക് എത്യോപ്യയിൽ വെച്ച് കുത്തിക്കൊല ചെയ്തു, കുന്തം കൊണ്ട് കുത്തി. അവരെല്ലാം രക്തസാക്ഷികളായി. ഇതിനവരെ പ്രാപ്തമാക്കിയത് ആത്മശക്തി എന്ന ദാനമാണ്. രക്തസാക്ഷികളിൽ ശക്തിയോടെ വെളിപ്പെട്ടത് ഈ ദാനമാണ്. രക്തസാക്ഷികൾ ശക്തിയോടെ പ്രവർത്തിച്ചത് ഈ ദാനമാണ്. ശക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. നമ്മുടെ തോമാശ്ലീഹ, നമ്മുടെ പിതാവ് തോമാശ്ലീഹ AD 72 ചെന്നൈയിൽ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട്, നമ്മൾ കാണുന്നുണ്ട് അവിടെ മൈലാപ്പൂര്, കുത്തപ്പെട്ട് കൊല്ലപ്പെടുക, രക്തസാക്ഷിയായി. പീലിപ്പോസിനെ നോക്കി, പീലിപ്പോസ് ഹെലിയോപോളസിൽ വെച്ച് കുരിശിൽ നോക്കി ആ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. തീഷ്ണമതിയായ ശിമയോൻ മറ്റൊരു അപ്പോസ്തലനാണ്, സിറിയയിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. യൂദാ തദേവുസ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെ സഭ ഉയർത്തി. യൂദാ തദേവുസ് മഴുകൊണ്ട് ശരീരം പിച്ചി ചീന്തിക്കുന്നു. ദൈവമേ, ആ തലക്കിട്ട് മഴുകൊണ്ട് കൊത്തുക, വിറക് കൊത്തിയെടുക്കുന്നത് പോലെ. എന്റെ കർത്താവേ, പച്ച ശരീരത്തിൽ ആ മഴുകൊണ്ട് കൊത്തുകയാണ്. ശക്തിയുടെ ആത്മാവ് ബലപ്പെടുത്തുന്നു. ഹോളി സ്പിരിറ്റ് anoint us. സിറിയയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. ചെറിയ യാക്കോബ് ദേവാലയത്തിന് ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കുത്തിക്കൊലപ്പെടുത്തി. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടെങ്കിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടുകൊണ്ടോ. തിളയ്ക്കുന്ന എണ്ണയിലെ നമ്മൾ ഈ ചിക്കൻ 65 എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ ദൈവമേ, പൊരിക്കുകയാണ്. ഇത് ചിക്കനും മട്ടനും അല്ല, മനുഷ്യ ശരീരമാണ്. തിളയ്ക്കുന്ന എണ്ണയിലിട്ടെങ്കിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ വീണ്ടും ഇത് സംഭവിച്ചു. ശേഷം പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. അവിടെ വെച്ച് ഇത് സംഭവിക്കുകയാണ്. AD 100 അദ്ദേഹം മരണപ്പെട്ടു. കർത്താവ് തനിക്കായി ഒരുക്കിയ ശാശ്വത ഭവനത്തിലേക്ക് യോഹന്നാൻ സ്ലീഹ കടന്നു പോവാണ്. ഇനി യൂദാസിന് പകരം തെരഞ്ഞെടുത്ത അപ്പോസ്തലനായിരുന്നു മത്താത്തിയാസ്. ജെറുസലേമിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു ചെറിയ കല്ല് നമ്മുടെ ശരീരത്തിൽ കൊള്ളുമ്പോഴേക്ക് എന്തൊരു വേദനയാണ്.
കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായൊരു മരണമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസ്, ഞാൻ ആ ചിത്രം കണ്ടെൻ്റെ ഹൃദയം ശരിക്കും പെട്ടഞ്ഞു പോയി. ദൈവം, ഞാനതൊന്ന് ഭാവന കണ്ടു നോക്കി, ചിന്തിക്കാൻ പറ്റും. നോക്കി നിങ്ങൾ, ആ 2 കൈകളും 2 കാലുകളും 4 കുതിരകൾ 4 ദിക്കുകളിലേക്ക് വലിക്കുകയാണ്. ശരീരം ഇങ്ങനെ വിണ്ട് കീറെന്ന് പറയില്ലേ, ഈ ഉണങ്ങി വരണ്ട നിലങ്ങൾ വിണ്ട് കീറുന്നത് പോലെ ഇതാ പച്ചയായ ശരീരം കീറി 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 വിഭജിക്കപ്പെടുകയാണ്. എന്റെ ദൈവമേ, എത്ര ദുസ്സഹമായ വേദനയായിരിക്കും. ഈ രക്തസാക്ഷിത്വത്തിന് ആരാ ശക്തി കൊടുത്തത്? സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ആത്മശക്തി എന്ന ദാനം. സഹോദരങ്ങളെ, കണ്ണു നിറയാണ്. രംഗം നിങ്ങൾ നോക്കുമ്പോ കണ്ണു നിറയ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ യുഗാന്ത്യ സഭയിൽ ഏറ്റവും ശക്തിയോടെ വെളിപ്പെടേണ്ട ദാനമാണ് ആത്മശക്തി എന്ന ദാനം. ഈ ദാനം നമുക്കില്ലെങ്കിൽ നമ്മൾ വീട് പോകും, നമുക്ക് സാക്ഷി നൽകാൻ പറ്റത്തില്ല. ഭീരുത്വം നമ്മളെ പിടികൂടി, ഭയം നമ്മളെ ഗ്രസിച്ച് നമ്മൾ കർത്താവിൽ നിന്ന് മാറിപ്പോകും, സത്യവിശ്വാസം വിട്ടുപോകും. സഹോദരങ്ങളെ, മാർക്കോസിലേക്ക് ഉണ്ടായത് പോളികാർപ്പ്, സ്മിർണയിലെ ബിഷപ്പായിരുന്നു പോളികാർപ്പ്. 87-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി എരിയുന്ന അഗ്നികുണ്ഡത്തിലേക്ക് അദ്ദേഹത്തെ എറിയുകയാണ്. അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നതിനേക്ക് മുമ്പ് ധീരതയോടെ പോളികാർപ്പ് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? 86 വർഷം ഞാൻ യേശു ക്രിസ്തുവിനെ സേവിച്ചു, അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ എങ്ങനെ അവിടത്തേക്ക് ദൂഷണം പറയും? എൻ്റെ സൃഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയും? അവിടുന്ന് എൻ്റെ ന്യായാധിപനാണെന്ന് പറഞ്ഞ് ആ എരിയുന്ന അഗ്നികുണ്ഡത്തിൽ അദ്ദേഹം എരിഞ്ഞമർന്ന് രക്തസാക്ഷിത്വം വരിച്ചു. അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് പിതാവ്, സഭയിലെ വലിയൊരു സഭാപിതാവാണ് ഇഗ്നേഷ്യസ്. സിംഹങ്ങൾ കടിച്ചു കീറി അദ്ദേഹത്തെ. സിംഹങ്ങൾ കടിച്ചു കീറുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്: ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്. കൊണ്ട് ആ പിക്ചർ നോക്കി, ആ ചിത്രം നോക്കി, കടിച്ചു കീറിയ സിംഹം. ഞാൻ ക്രിസ്തുവിനോടൊപ്പമാകാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ, വന്യമൃഗങ്ങളുടെ പല്ലുകളാൽ കടിച്ച് പൊടിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലരവ തൊടാറില്ല. അങ്ങനെ കർത്താവിന്റെ ശക്തി വന്ന് ദാനിയേലിനൊന്നും സിംഹം അറ്റാക്ക് ചെയ്തില്ല. എന്നാ ഇഗ്നേഷ്യസ് പിതാവ് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. സിംഹങ്ങളുടെ പല്ലുകളിൽ കടിച്ച് എന്റെ ശരീരം പൊടിയാകപ്പെടുവാൻ ഞാൻ കൊതിക്കുകയാണ്. എന്റെ ദൈവമേ, നമുക്ക് ചിന്തിക്കാൻ പറ്റും സഹോദരങ്ങളെ, ഇവരെ ബലപ്പെടുത്തിയത് ആത്മശക്തി എന്ന ദാനമാണ്. ശക്തിയുടെ ആത്മാവാണ്. ലോറൻസിനെ നമുക്ക് നോക്കാം. ഒരുപാട് വിശുദ്ധരുണ്ട്. സെന്റ് ലോറൻസ്, എന്റെ ശരീരത്തിന്റെ ഈ വശമുണ്ട്, ഇരുമ്പ് പലകിൽ കെടുത്തിരിക്കുക, അവിടെ കത്തിക്കുകയാണ്, തീയിട്ട് കത്തിക്കുക, നമ്മൾ ഈ ബാർബിക്യൊക്കെ ചെയ്യുന്നത് പോലെ. എന്റെ ശരീരത്തിന്റെ ഈ വശം ശരിക്കും വെന്തു. സഹോദരങ്ങളെ, ഇനി എന്നെ ഒന്ന് മറിച്ച് കിടത്തുക. നമ്മൾ കേട്ടിട്ടുണ്ട് ആ വാക്യം, ഇനി എന്നെ മറിച്ച് കിടത്തുക. മറ്റ് രക്തസാക്ഷികളെ നിങ്ങൾ നോക്ക്. ആദിമസഭയോട് ബന്ധപ്പെട്ട് അനേകം രക്തസാക്ഷികൾ, പല വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളായി. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിക്കേ, നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാം. സെന്റ് ആഗ്നസ് ശിരസേദൻ വെട്ടിക്കൊല്ലുകയാണ്. ക്രിസ്റ്റീന അമ്പെയ്ത് കൊല്ലുകയാണ്. സിസിലി, ജോൻ ഓഫ് ആർക്ക് കുരിശിൽ തറച്ചു കൊന്നു, മരത്തിൽ തറച്ച്. പോൾ ബിക്കിയും ഏഷ്യയിലെ വിശുദ്ധ രക്തസാക്ഷികളാണ്. കർത്താവേ, ശക്തിയുടെ ആത്മാവിനെ നൽകണമേ, ആത്മശക്തി എന്ന ദാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ കൃപ നൽകണമേ. ഇത് ആദിമസഭയുടെ ചരിത്രം മാത്രമാണ് അല്ല സഹോദരങ്ങളെ. യുഗാന്ത്യ സഭയിലോട്ട് കടന്നു വരിക. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആദിമസഭ നേരിടുന്നതിനേക്കാളും കൊടും പീഡനങ്ങളാണ് യുഗാന്ത്യ സഭ നേരിടുന്നത്. യുഗാന്ത്യ സഭയിൽ നടന്ന ചില രക്തസാക്ഷിത്വങ്ങള് ഈ ഏതാനും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നടന്ന നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ചില രക്തസാക്ഷിത്വങ്ങള് നമുക്ക് ശ്രദ്ധാപൂർവ്വം കാണാം. നിങ്ങൾ നോക്കണം, ലിബിയയിൽ
20ഓളം നമ്മൾ ക്രൈസ്തവ സഹോദരങ്ങള്, മതതീവ്രവാദികള്, നിങ്ങളെ വധിക്കുന്ന ഏതൊരുവനും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന ദിനം വരുന്നു. കർത്താവ് പറഞ്ഞ വചനം ആക്ഷരികമായി ഇത് നിറവേറപ്പെടുകയാണ്, പൂർത്തീകരിക്കപ്പെടുകയാണ്. അവർ പിന്മാറിയില്ല, ചോരപ്പുഴ ഒഴുകുകയാണ്. എത്യോപ്യയിൽ 22 കോപ്റ്റിക് ക്രൈസ്തവരെ കണ്ണു തുറന്ന് നോക്ക് സഹോദരങ്ങളെ, വെടിവെച്ച് കൊന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു. നൈജീരിയയിൽ കൂട്ടക്കുരുതികള്. ഇതെല്ലാം വിശ്വാസത്തെ പ്രതിയാണ്, യേശുവിനെ പ്രതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് ദെബോറ ഒരു ടീനേജറാണ്. ഈശോയെ സാക്ഷ്യപ്പെടുത്തിയതിന്റെ പേരിൽ, വചനത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അവളുടെ സഹപാഠികളും ആ കോളേജിലുള്ളവരെ കല്ലെറിഞ്ഞു കൊന്ന് അവസാനം അവളെ ചുട്ടരിക്കുകയാണ്. നൈജീരിയയിലുള്ള ദെബോറയെ നിങ്ങൾ നോക്കിയേ. ഈ കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സിന് വലിയ വെല്ലുവിളിയാണ് ഈ വിശ്വാസ സാക്ഷി ഉയർത്തുന്നത്. ഈശോ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, അനോയിന്റ് ചെയ്യണമേ. കണ്ടോ അവൾ കിടക്കുന്നത് നോക്കിയ നിങ്ങൾ. വിയറ്റ്നാമിൽ കുമ്പസാര കൂട്ടിൽ വെച്ച് ഇത് അദ്ദേഹം രക്തസാക്ഷി, അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. അദ്ദേഹം കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ ജോസഫ് ട്രാങ് വിയറ്റ്നാമിലാണ്. ഒറീസയിൽ കണ്ടമാലിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരൻ എത്ര പേര് രക്തസാക്ഷികളായി. ഈ ആധുനിക കാലഘട്ടത്തിലും ഫ്രാൻസിലുള്ള ഫാദർ ജാക്സ് ഹാമൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതതീവ്രവാദി വന്ന് കഴുത്തറത്ത് അച്ഛനെ കൊല്ലുകയാണ്. വലിയൊരു രക്തസാക്ഷിയായി അദ്ദേഹം മാറി. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയോ തീരെ രക്തസാക്ഷികൾ യുഗാന്ത്യ സഭയിലുണ്ട്. ഇതെല്ലാം എന്താ നമ്മോട് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യുഗാന്ത്യ സഭയ്ക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധ ദാനമാണ് ആത്മശക്തിയുടെ ദാനം, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ വന്യവൈദികരെ, സമർപ്പിതരെ, സന്യസ്തരെ, ആത്മായ പ്രേക്ഷിതരെ, നമ്മുടെ സഭയെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. ആത്മാവേ, ആത്മശക്തി എന്ന ദാനത്താൽ, ശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങൾ മുദ്ര വെച്ച് ധീരതയോടെ സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയത്തുള്ള ബന്ധങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോക സുവിശേഷവൽക്കരണം ഒത്തിരിയധികം ശക്തിപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ഈശോയെ അറിയാത്ത, വചനം അറിയാത്ത കോടിക്കണക്കിന് ജീവിതങ്ങൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലുണ്ട്. ലോക സുവിശേഷവൽക്കരണത്തെ സഹായിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും സുവിശേഷ വേല ചെയ്തും ധീരതയോടെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് സാക്ഷ്യം നൽകിയും നമ്മൾ സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകണം. ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് ഇവാഞ്ചലൈസേഷൻ. ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുക, വചനം പ്രഖ്യാപിക്കുക എന്നുള്ളത്. അപ്പോൾ ലോക സുവിശേഷവൽക്കരണത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. വേൾഡ് ഇവാഞ്ചലൈസേഷനായി പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവർ, ആഗ്രഹമുള്ളവരെല്ലാവരും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. പ്രയർ ഇവാഞ്ചലൈസേഷൻ ടീമാണ്. എല്ലാ ജനതകളും യേശുക്രിസ്തുവിനെ ഏക കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് ജീവിക്കുന്നവരാകാൻ ലോക സുവിശേഷവൽക്കരണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളങ്ങനെ വലിയൊരു പ്രയർ നെറ്റ്വർക്ക് ആത്മാവിൻ്റെ പ്രചോദനത്തിൽ രൂപപ്പെടുത്തുകയാണ്. പ്രാർത്ഥന കൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക. സഭയിൽ തീഷ്ണതയുള്ള ധാരാളം മിഷണറിമാരുണ്ടാകാൻ, സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആത്മാവിൽ ശക്തിപ്പെടുവാൻ, ധീരതയോടെ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും സാക്ഷ്യം നൽകുന്ന പ്രേക്ഷിതരെ സഭയിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ബലമാകണം. നമ്മുടെ പ്രാർത്ഥനകൾ ലോക സുവിശേഷവൽക്കരണത്തിന് കോട്ടയായിട്ട് മാറണം.
നമ്മുടെ സഹനങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, നൊമ്പരങ്ങൾ അത് കൃപയായി സ്വീകരിച്ച് ലോക സുവിശേഷവൽക്കരണത്തിനായി കാഴ്ചവെക്കുക. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സുവിശേഷവൽക്കരണത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനായി നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന പ്രാർത്ഥനയാണ്. സഹനങ്ങൾ കാഴ്ചവെക്കുക. എന്തുമാത്രം സഹിക്കുന്നവരാ നമ്മൾ. ഒരു സഹനം പോലും പാഴാക്കാതെ സഹനങ്ങൾ കാഴ്ചവെച്ച് പരിശുദ്ധ ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, നമ്മൾ കുരിശിൻ്റെ വഴി നടത്തി, ദൈവദിനം ഏറ്റുപറഞ്ഞ് പരിഹാര പ്രാർത്ഥനകൾ നടത്തി നമ്മൾ ലോക സുവിശേഷവൽക്കരണത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവ് അനേകർ ഈ സമയം പ്രചോദിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ കാർഡ് ഒരിക്കൽ കൂടി ഡിസ്പ്ലേ ചെയ്ത് നിങ്ങളിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറും കൂടിയാണ്, നിങ്ങളതിലേക്ക് ഒന്നെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇടുക. പ്രയർ ഇവാഞ്ചലൈസേഷൻ ടീമിൽ PET വേൾഡ് ഇവാഞ്ചലൈസേഷൻ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു സ്വർഗസ്നായ, ഒരു നന്മ നിറഞ്ഞ മറിയം, അല്ലെങ്കിൽ ഒരു ജപമാല, ഒരു കരുണക്കൊന്ത, നിങ്ങൾ കഴിയുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ സഭയിൽ ഉണരണം, തിരുസഭയിൽ എഴുന്നേൽക്കണം. ഇത് ആത്മാവിൻ്റെ പദ്ധതിയാണ്. ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രയർ ഇവാഞ്ചലൈസേഷൻ ടീം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വോയിസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ ആ സമർപ്പണത്തെ, തീരുമാനത്തെ നിങ്ങൾ അറിയിക്കണം. ആരും ഉപേക്ഷ കാണിക്കരുത്. നമ്മൾ കണ്ടില്ല സഹോദരങ്ങളെ, എന്തുമാത്രം ജീവിതങ്ങളാണ് കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായത്. ഈ കാലഘട്ടത്തിൽ ആത്മാവ് നമ്മളെയും വിളിക്കുകയാണ്. ചിലപ്പോൾ രക്തം ചിന്തി മാത്രമല്ല, കണ്ണുനീർ ചിന്തിയും സഹനങ്ങളിലൂടെയും രക്തസാക്ഷികളാകുവാൻ ആത്മാവ് നമ്മളെ തെരഞ്ഞെടുക്കുന്നു. നമുക്ക് നന്ദി പറയാം. തുടർന്നുള്ള ദിനങ്ങളിൽ കൂടുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചു വരിക. നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷ പറയുക. ദൈവത്തിൻ്റെ സപ്തദാനങ്ങളാൽ സകലരും നിറയപ്പെട്ട് വിശ്വാസത്തിൻ്റെ ധീരസാക്ഷികളായി മാറുവാൻ നമുക്ക് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കരങ്ങൾ അൾത്താരയിലേക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം. അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങൾ യാചനാപൂർവം തുറന്നു പിടിക്കാം. രാജാതി രാജാവായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരുന്ന സമയം ആത്മശക്തി എന്ന ദാനത്താൽ നമ്മെ പൂരിതമാക്കുവാൻ കർത്താവിന്റെ സ്നേഹം നമ്മുടെ മധ്യേ വെളിപ്പെടുകയാണ്. വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പാടി ആരാധിക്കുന്നു. ഈശോയേ, ഈശോയേ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, രാജാവേ, യേശു ദൈവപുത്രൻ. അഭിഷേകത്തോടെ പറയാം. ആരാധന, 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 രാജാതി രാജാവേ, ആരാധന, സർവശക്തരേ, സർവാധിപനെ ആരാധന, 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 ആത്മാവേ വരണമേ, ആത്മശക്തി എന്ന ദാനത്താൽ മുദ്ര ചെയ്യണമേ. ആരാധന. കരങ്ങൾ കൂപ്പി സാഷ്ടാംഗം പ്രണമിച്ച് സാധിക്കുന്ന എല്ലാവരും നമ്മുടെ ശിരസ് നിലത്ത് മുട്ടിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സത്യമായും പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുകയാണ്. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. പരിശുദ്ധാത്മാവ്
ശക്തിയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധ ദാനമാണ് ആത്മശക്തി എന്ന ദാനം. ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ കാണുകയായിരുന്നു, സഭയിൽ അനേകം രക്തസാക്ഷികളിൽ പ്രവർത്തിച്ചത് ശക്തിയുടെ ആത്മാവാണ്. രക്തം ചിന്തി മരിക്കുവാൻ കർത്താവിനും തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാൻ അവരെ പ്രാപ്തമാക്കിയത് ആത്മശക്തി എന്ന ദാനമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ സാക്ഷ്യം നൽകുവാനുള്ള സമയമാണിത്. ധൈര്യത്തോടെ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ശക്തിയുടെ ആത്മാവാണ്. കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിക്കാം. കർത്താവേ, ശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ആത്മശക്തി എന്ന ദാനം നൽകണമേ. സഭയെ നവീകരിക്കണമേ. ആത്മശക്തി എന്ന ദാനത്താൽ സഭയെ ശക്തീകരിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ ആത്മശക്തി എന്ന ദാനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളെ എംപവർ ചെയ്യണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ ഭീരത്വം മാറ്റണമേ. ഞങ്ങളുടെ ഭയപ്പാടുകളെ മാറ്റണമേ. ധൈര്യപൂർവം വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ, ധീരതയോടെ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റസ്, അനോയിന്റസ്. കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്ന ആത്മാവേ, സ്തുതിക്കുന്നു. ഒന്നിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചേ. ശക്തിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. ആത്മശക്തി എന്ന ദാനം നൽകണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ മനഃശക്തിയുള്ളവരാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ മാനസികമായി പലപ്പോഴും ദുർബലരാണ്. നിസ്സാര കാര്യങ്ങളെ പ്രതി ഞങ്ങൾ വിഷമിക്കുന്നവരാണ്, ആകുലപ്പെടുന്നവരാണ്. ആത്മശക്തിയാൽ നിറച്ച് ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ. സ്തുതിക്കുന്നു. ശക്തി ശക്തി അവത്തോളം പോരാ. ശക്തി ആരെയോളം പോരാ. ശക്തി നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത കൃപ നൽകണമേ. കൃപ ചൊരിയണമേ. സ്തുതിക്കുന്നു. അത്യന്ത ശക്തി ചൊരിയണമേ. ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ എല്ലാവരും പരസ്പരം കോർത്തു പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തിയുടെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. എല്ലാ ആത്മീയ ദാനങ്ങളുടെ ഉറവിടം കർത്താവായ യേശുവാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലുള്ള ഭയപ്പാടുകള്, നമ്മുടെ ജീവിതത്തിലുള്ള ആശങ്കകള്, നിസാര കാര്യങ്ങളെ പ്രതിയുള്ള നമ്മുടെ അമിതമായ ടെൻഷൻ, തീരെ മനഃശക്തിയില്ലാത്ത അവസ്ഥ. ഇന്ന് പലരും പറയുന്നതാണ്, മനഃശക്തിയില്ല, മനസ്സ് ദുർബലമായി പോകുന്നു. ഒരു കൊച്ചു പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മുടെ മാനസികമായി തകരുന്നു, നമ്മൾ ഡിപ്രസ്ഡ് ആകുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു. എന്റെ സഹോദരങ്ങളെ, ഇതിനുള്ള പരിഹാരം ആത്മശക്തി എന്ന ദാനമാണ്. ഈശോ നമുക്കത് തരികയാണ്. സൈലേപനം എന്ന കുദാശ വഴി ആത്മാവിന്റെ ഈ ശബ്ദദാനങ്ങളെല്ലാം നമ്മിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിർജീവമായ അവസ്ഥയിലാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിൽ ഇതാ പരിശുദ്ധാത്മാവ് ആത്മശക്തി എന്ന ദാനത്തെ ഉണർത്തുകയാണ്. കരങ്ങൾ കോർത്തു പിടിച്ച് കർത്താവേ
ഞങ്ങളെ വിമോചിപ്പിക്കണമേ. എല്ലാ ഭയപ്പാടുകളിൽ നിന്ന്, വീരത്വങ്ങളിൽ നിന്ന് ധീരതയോടെ സാക്ഷ്യം നൽകുവാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മനഃശക്തിയുള്ളവരാക്കണമേ, ആത്മശക്തിയുള്ളവരാക്കണമേ. മനസ്സിന്റെ ഭാരങ്ങള്, മനസ്സിന്റെ ദുർബലതകള്, മനസ്സിന്റെ വിഷാദങ്ങള്, സങ്കടങ്ങള് ആത്മാവ് എടുത്തു മാറ്റണമേ. കോർത്ത് പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന പരിശുദ്ധാത്മാവേ. ഓ ആരാധന, ആരാധന, ആരാധന. ആത്മശക്തി എന്ന ദാനത്താൽ ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇതാ അനേകരിലേക്ക് അഭിഷേകം വ്യാപരിക്കുന്നു. മനസ്സിന്റെ ദുർബലതകൾ എടുത്തു മാറ്റണമേ. അനേകരെ ശക്തീകരിക്കണമേ. ആത്മീയമായി, മാനസികമായി ബലപ്പെടുത്തണമേ. ഞങ്ങൾ ആന്തരിക മനുഷ്യൻ ബലപ്പെടട്ടെ. ഇന്നർ മാൻ ശക്തിപ്പെടട്ടെ. Spirit of might, anoint us, anoint us, anoint us. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രക്തസാക്ഷിയിൽ വെളിപ്പെട്ട വിശ്വാസത്തിന്റെ ധീരത, സാക്ഷ്യത്തിന്റെ ധീരത ആത്മാവേ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ രക്തസാക്ഷികൾക്ക് വിശ്വാസ വീര്യം പകർന്നത് ആത്മശക്തി എന്ന ദാനമാണ്. ധൈര്യത്തോടെ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ രക്തം ചിന്തി പോലും കർത്താവിനും തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ പ്രതി സാക്ഷികളാകുവാൻ അവരെ ബലപ്പെടുത്തിയത് സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ശക്തിയുടെ ആത്മാവാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, ആത്മശക്തി എന്ന ദാനത്താൽ ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം, ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായ
ഉചിതവുമായവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയുണ്ടാകണമേ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ആത്മശക്തി എന്ന ദാനത്താൽ നമ്മൾ ബലപ്പെടുവാൻ, നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരിക്കൽ കൂടെ വിളിക്കുന്നു, ഈശോയേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ആത്മശക്തി, ആത്മശക്തി, ജ്ഞാനം, വിവേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവഭയം, ആത്മശക്തി, ആത്മാവേ ഞങ്ങളിലേക്ക് പകരണമേ. തീപോലാളും സ്നേഹം ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റുപാടുന്നു. ദൈവഭയം, ആത്മശക്തി, ആത്മശക്തി, ആത്മാവേ നൽകണമേ. നമ്മിൽ ജീസസ്, ആളും സ്നേഹം. മുട്ടുകുത്തി നിന്ന് ആത്മശക്തി എന്ന ദാനത്താൽ നമ്മുടെ കുടുംബങ്ങൾ, തലമുറകൾ, സമൂഹം, നമ്മുടെ സഭ മുഴുവൻ പൂരിതമാകുവാൻ നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുകയാണ്. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നു. ഓ മൈറ്റി ലോർഡ്, മൈറ്റി ലോർഡ്, മൈറ്റി ലോർഡ്. നന്ദി കർത്താവേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാം ജീവിച്ചിടുവാ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം ഈശോയെ ആത്മശക്തി എന്ന ദാനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ. ആത്മാവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുന്ന അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി. ശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങൾ നവീകരിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിനായി നന്ദി. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദി. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവ് കരുണയോടെ നയിച്ചു. നമുക്ക് നന്ദി പറയാം. നാളെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നഷ്ടധൈര്യരാകാതെ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ ആത്മശക്തി എന്ന ദാനത്താൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയ്ക്കണമേ. ഏറ്റവും ഒരുക്കത്തോടെ നമുക്ക് ഇത് ഏറ്റുപറഞ്ഞ് ആത്മശക്തിയുടെ ദാനത്താൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രതികൂല സാഹചര്യങ്ങളിലും
ക്രിസ്തുവിന് സാക്ഷ്യം നൽകുമെന്ന് തീരുമാനമെടുക്കുക. ഭീരുക്കളായി നമ്മൾ പിന്മാറിപ്പോകാതെ പ്രതികൂല സാഹചര്യങ്ങളിലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുമെന്ന് ജീവിതം കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും. ധ്യാനിക്കേണ്ട വചനം പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഈശോ നൽകുന്ന അഭിഷേകം സ്വന്തമാക്കാം. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുകയാണ്. കൂടുതൽ ഒരുക്കത്തോടെ കൂടുതൽ പേരെ ഈ ശുശ്രൂഷയിലേക്ക് നയിച്ച് നമുക്ക് ഒരുങ്ങി വരാം. ഹോളി നൈറ്റ്.